റിനിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും ഒക്കെ കാണുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ പറഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ റിനി CPM വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം റിനി ഒരു മാധ്യമങ്ങളെ കാണുമ്പോൾ റിനി പറയുന്നു, എന്റെ കയ്യിൽ ഇനിയും തെളിവുകൾ ഉണ്ട്, എന്നെ പ്രൊവോക്ക് ചെയ്താൽ ഞാൻ ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തുവിടാം. റിനി ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റിനിയുടെ എന്ത് ഭീഷണിയാണെങ്കിലും റിനിയുടെ കയ്യിൽ വെച്ചാൽ മതി. റിനി ആർക്കെങ്കിലും എതിരെ വ്യാജ പരാതിയായിട്ട് വന്നാൽ BNS സെക്ഷൻ 248 പ്രകാരം റിനിയുടെ പുറകെ പോയി പരാതി കൊടുത്ത് കോടതിയിൽ പോയി വാലിഡേറ്റ് ചെയ്ത് റിനിയെ ജയിലിലിടിയിക്കും. യാതൊരു സംശയവും വേണ്ട. രണ്ട്, കേരള സമൂഹവും നമ്മുടെ സ്ത്രീജനങ്ങളും നോക്കണം, എത്ര ഉളുപ്പില്ലാതെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഞാൻ അത് പറയും ഇത് പറയും എന്ത് പറയുമെന്ന് റിനി പറയണേ. റിനിയുടെ തെളിവുള്ള എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ പോലീസിനെ കൊടുക്കണ്ടേ? ഇതുവരെ കൊടുക്കാത്ത എന്താ? ഓൾറെഡി പോലീസിന്റെ കൊടുത്ത കാര്യങ്ങൾക്ക് മെറിറ്റ് ഇല്ല എന്ന് പോലീസുകാർ കണ്ടാണ് റിനിയെ അതിൽ സാക്ഷിയാക്കിയത്. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, CPM ഭരിക്കുന്ന പിണറായി വിജയൻ സഖാവിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിനിയുടെ പരാതിയിൽ വലിയ കഴമ്പില്ലെന്ന് കണ്ട് സാക്ഷിയാണ് ആക്കിയത്. എന്തൊരു കള്ളത്തരമാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായി നമ്മുടെ സ്ത്രീജനങ്ങളടക്കം പോകണം. ഇത് ബ്ലാക്ക് മെയിലിന്റെ രാഷ്ട്രീയമാണ്. റിനി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് മെയിലും ഭീഷണിയും എക്സ്റ്റോർഷനും കൈ വെച്ചിരുന്നാൽ മതി. റിനി ഈ ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന പാവാട ആണുങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് റിനി ഈ നമ്പറുമായിട്ട് ഇറങ്ങിയത്. ഒരു കാരണവശാലും റിനിയുടെ ഒരു ഭീഷണിക്കും കേരളത്തിലെ ഒരു പുരുഷനും വഴങ്ങാൻ പോടില്ല. ഒരു കാര്യം കൂടി, ഈ ഒരു CPM-ലേക്ക് പോകാൻ അല്ലെങ്കിൽ താനിതാ പാർട്ടിയിലേക്ക് വരുന്നു എന്നറിയിക്കാൻ റിനിയെ പോലൊരു, ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് റിനിയെ അറിയില്ല. റിനി എന്ന് പറയുന്ന ഒരു സിനിമാ നടിയെ എനിക്കറിയില്ല, ഒരു മാധ്യമ പ്രവർത്തകരെ പോലും എനിക്കറിയില്ലായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോഴാണ് ഞാൻ ഈ പേര് തന്നെ കേൾക്കുന്നത്. പിന്നീട് പറയുന്നു സിനിമാ നടി എന്ന് പറയുന്നു. പിന്നെ പല ചാനലുകളിലും റിനിയുടെ പുറകെ പോകുന്നു. കഴിഞ്ഞ ദിവസം റിനി പറയുന്നു, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ശബ്ദമുയർത്തിയത്, ഞാൻ ശബ്ദമുയർത്തിയത് എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. 1-2 മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം എനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീകളെ ഇയാൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് സംസാരിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ തന്നെ ഒരു കപടതയില്ല. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് ഇതിനു മുൻപ് എന്തുകൊണ്ട് പറയാൻ പാടില്ല? രാഹുൽ മാങ്കൂട്ടം പറഞ്ഞുകൂടായിരുന്നോ? പച്ചക്കള്ളം പറയുകയല്ലേ. റിനി തന്നെ പറയുന്നത് നോക്കൂ. റിനി 916 കുഞ്ഞൂട്ട് എന്ന സിനിമയിലെ അപ്രധാനമായ റോള് ചെയ്തതിനപ്പുറം യാതൊരു സിനിമയുടെ പശ്ചാത്തലവും റിനിക്കില്ല. യുവ നടി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. രണ്ട്, റിനി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രസക്തി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ്. മൂന്ന്, റിനിയെ ഈ ആരും അറിയാത്ത റിനിയെ അങ്ങോട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ ദ്രോഹിച്ചു? അപ്പൊ റിനി ആദ്യം വന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? പച്ചക്കള്ളമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? റിനി പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ്. ഈ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ റിനി അറിഞ്ഞു? ആരും ഒരു മലയാളിക്കും അറിയാത്ത റിനിയെ ഈ സാധാരണ സ്ത്രീകൾ അങ്ങോട്ട് തെരഞ്ഞു വിളിച്ചു പറഞ്ഞ് എന്തിനാണ്? പച്ചക്കള്ളം. ഒരു നാണവും ഇല്ലാതെ പറഞ്ഞിട്ട് കിടന്ന് നിൽക്കുകയാണ്. ഓർക്കുക, CPM നിൽക്കുന്ന പോലീസ് ഒരുപക്ഷെ റിനിയെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ ഇവിടെ കോടതിയും നിയമ സംവിധാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് റിനിയുടെ ഇത്തരം വ്യാജ വിരട്ടലും ഭീഷണിയും ഒക്കെ കൈ വെച്ചിരുന്നാൽ മതി. റിനി ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത് ചെയ്യുകയാണ്. ഇത് ശക്തമായി എതിർക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. അല്ല, റിനി ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം റിനിയുടെ വാർത്താ സമ്മേളനമൊക്കെ കാണുമ്പോൾ എന്റെ ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് രീതി പോലെയാണ് എനിക്ക് തോന്നുന്നത്. റിനി ഒരു റിയൽ ലൈഫിലല്ല റിനി ജീവിക്കുന്നത്. ഒരു റിയൽ ലൈഫിൽ റിനി ആൻഡ് ജോർജ് ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും റിനിയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. ഇപ്പൊ എന്നെ ചക്കരെ മോളെ എന്നൊന്നും വിളിക്കാൻ ആരും വരുന്നില്ല ഈ പ്രശ്നങ്ങൾക്ക് ശേഷം എന്നൊക്കെ ഒരു എന്താ പറയുക, ഒരു അപക്വമായ രീതിയിലുള്ള റിനിയുടെ ഒരു പ്രതികരണമൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇതാരോ പറഞ്ഞു ചെയ്യിപ്പിച്ചതുപോലെയൊക്കെ നമുക്ക് സംശയം തോന്നുന്നു. മാത്രമല്ല റിനി പലപ്പോഴും വാക്കുകൾ കൊണ്ട് അമ്പെയ്യുന്നത് രാഹുൽ ഈശ്വറിനെ ആണോ എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരിട്ട് ചെയ്യാൻ പറയൂ. ഈ വളഞ്ഞ വഴി പറയുന്നത് എന്തിനാ? ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലെന്ന്. ആരെ പറ്റിക്കാനായി സംസാരിക്കുന്നത്? ഇനി നിയമപരമായിട്ട് പറയാം. ഇതിനെ ഇൻസിനുവേഷൻ അല്ലെങ്കിൽ ഇനുവെന്റോ എന്നാണ് നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നത്. അതായത് വളഞ്ഞ വഴി ഒരാളെ മോശം പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. അത് നിയമത്തിന്റെ കണ്ണിൽ ഡെഫമേഷന്റെ പരിധിയിൽ വരുന്നതാണ്. അവിടെയാണ് നമുക്ക് ആത്മാർത്ഥയെ സംസാരിച്ചൂടെ? ഞാൻ റിനിയെ വിമർശിക്കും, പക്ഷേ റിനിയെ സ്ലട്ട് ഷെയിം ചെയ്യില്ല, റിനിയെ മോശം വാക്കുകൾ വിളിക്കില്ല, റിനിയെ അധിക്ഷേപിക്കില്ല. ഷാഫി പറമ്പലിനെ ചില ആൾക്കാർ അധിക്ഷേപിക്കുന്ന പോലെ ഞാൻ അധിക്ഷേപിക്കില്ല. കാര്യം എനിക്ക് റിനിയെ കുറിച്ച് അറിയില്ല. വേണമെങ്കിൽ ഏതൊരു പെൺകുട്ടിയെ കുറിച്ച് ഈസി ആയിട്ട് പറയാൻ കഴിയുന്ന എല്ലാ കള്ളങ്ങളും ഗോസിപ്പുകളും റിനിയെ കുറിച്ച് പറഞ്ഞുകൂടെ?
പക്ഷെ ഞാൻ ചെയ്യില്ല, കാര്യം എനിക്കറിയില്ല, ഈ കൊച്ചിനെ ഞാൻ ടി വി കണ്ടതല്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല. അപ്പം റിനി ചെയ്യുന്നത് ഈ വളഞ്ഞ വഴി സംസാരിക്കുകയാണ്. ഞാൻ നേരിട്ട് തന്നെ സംസാരിക്കും, വിമർശിക്കാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി ധൈര്യത്തോടെ വിമർശിക്കും, അല്ലാതെ വളഞ്ഞ വഴിയിൽ പോയി സൈഡിൽ നിന്ന് വെടിവെക്കില്ല. അത് ധൈര്യപൂർവ്വം നേരിട്ട് നിന്ന് തന്നെ പോരാടും. അപ്പൊ റിനി മനസ്സിലാക്കേണ്ട അതാണ്, ആ മാന്യതയും മര്യാദയൊക്കെ റിനി പഠിക്കണം. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്നാണ്. നാണമില്ലേ പറയാൻ, ഉളുപ്പില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വലിച്ചെഴുതിട്ട് ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലെന്നൊക്കെ പറയാൻ വല്ലാത്തൊരു ഉളുപ്പില്ലായ്മ വേണം. ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ CPM ആണ് എന്ന് രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇലക്ഷന് നിൽക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിനിയുടെ ഒരു വീഡിയോ ഈ അടുത്ത സമയത്ത് പുറത്തിറങ്ങിയൊക്കെ ചെയ്തിരുന്നു. അപ്പോ ഈ CPM പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ചില നാടകങ്ങളും ഗൂഢാലോചനകളും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് രാഹുൽ ഈശ്വർ ഞാൻ ഒരിക്കലും തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഞാൻ ഒരു കാര്യത്തിന്റെ പിന്നിൽ ഈ ഗൂഢാലോചന സിദ്ധാന്തം പറയില്ല, കാര്യം എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റിനിയും സരിതയും കൊണ്ട് ഗുണം ഉണ്ടാകുന്ന CPM നാണ്. റിനിയെയും സരിതയും കൊണ്ട് ഗുണം ഉണ്ടാകുന്ന CPM നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കണം. റിനിയെയും സരിതയും കൊണ്ട്, സരിത കൊണ്ട് ഉമ്മൻചാണ്ടി സാറിനും റിനിയെ കൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനുമാണ് ദോഷം ഉണ്ടായത്. അതിന്റെ ഗുണം CPM നാണ് ഉണ്ടാകുന്നത്. ഈ ഇത്തരത്തിൽ ഇതിന് തുടക്കത്തിലെ നമ്മൾ എന്താ പറയുക, ഒരു ലിമിറ്റ് ഇതിന് കൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഒരു നേതാവിനെ തകർക്കാൻ എനിക്ക് മെസ്സേജ് എവിടെയെന്ന് ചോദിച്ചാൽ അത് അറിയില്ല, അത് കയ്യിലില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ച് അതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ അത് കയ്യിലില്ല. അപ്പോ ഇതൊന്നും ഇല്ല, വെറുതെ വാഗൊണ്ട് പറയുകയാണ്, ഒരാളെ തകർക്കുകയാണ് അതിലൂടെ. അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇനി നാളെയും ഇതുപോലെ ഏതെങ്കിലും ഒരു ഉയർന്നു വരുന്ന നേതാവ് അല്ലെങ്കിൽ എതിർപക്ഷത്തിന് പിന്നെ തകർക്കണമെന്ന് പറയുന്ന ഒരു നേതാവിനെ തകർക്കാൻ ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ, ലൈംഗികമായ കുറെ വാക്കുകൾ പറഞ്ഞാൽ ആ നേതാവിന്റെ കാര്യങ്ങൾ, ആ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം മാത്രമല്ല അദ്ദേഹത്തിന്റെ സമൂഹത്തിലോ ജീവിതവും അദ്ദേഹത്തിന്റെ കുടുംബജീവിതം അടക്കം തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ മുളയിലെ നമ്മൾ നുള്ളേണ്ടതല്ലേ? ഇതിനെ മുളയിലെ നുള്ളണം. അതുകൊണ്ടാണ് റിനി ഇനി അങ്ങനെ ആർക്കെങ്കിലും എതിരെ ആരോപണമായിട്ട് വന്നാൽ അവര് കേസ് കൊടുത്തില്ലെങ്കിലും ഞാൻ വ്യാജ പരാതിയിൽ കേസ് കൊടുക്കും. കാര്യം കേരളത്തിൽ തേർഡ് പാർട്ടി കേസ് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ റിനി വ്യാജ ആരോപണം ചെയ്താൽ BNS 248 പണ്ട് IPSC 211 പ്രകാരം വ്യാജ പരാതി, ഫോൾസ് അക്യൂസേഷന്റെ പേരിൽ കേസ് കൊടുക്കും. ആ കേസ് ഫോളോ അപ്പ് ചെയ്യും, ശക്തമായ നടപടി കൊണ്ടുവരും. ഈ വ്യാജ പരാതികളുടെ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം നമുക്ക് അവസാനിപ്പിക്കണം. ഇതിനെതിരെ പൊതുജനം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പിണറായി സർക്കാർ ആഭ്യന്തരം വഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആഭ്യന്തരം ഭരിക്കുമ്പോൾ റിനിയുടെ കാര്യത്തിൽ ഒരു സത്യസന്ധമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരിന് എന്തെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും ഇതുവരെ കിട്ടിയോ? ഒരു പൊടി തെളിവോ സാധനങ്ങളോ കിട്ടിയോ? ഇന്നലെ എന്നിട്ട് ശൈല ടീച്ചർ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പേടി കാരണമാണ് കൊടുക്കാത്തത്. അങ്ങനെയാണെങ്കിൽ ശൈല ടീച്ചറോട് ബഹുമാനപരിസരം പറഞ്ഞോട്ടെ, ശ്രീ പിണറായി വിജയൻ രാജിവെച്ചിട്ട് പോണോ ആഭ്യന്തരമന്ത്രിയുടെ പദം? അതായത് ശ്രീ പിണറായി വിജയന്റെ പകുതി പ്രായം പോലും ഇല്ലാത്ത ഒരു MLA മാത്രമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വശത്തും മറുവശത്ത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിച്ച് കേരളത്തിലെ സ്ത്രീകൾ പരാതി കൊടുക്കുന്നില്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പരാജയമല്ലേ അത്?